ഭീകരതയ്ക്കേറ്റ തിരിച്ചടിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ. പ്രതികളിൽ ഒരാളുടെ ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന ഫോണിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്ന സംഘപരിവാർ നേതാക്കളുടെ വിവരങ്ങൾ പോലീസ് കണ്ടെത്തി. ഈ കേസിലെ അന്വേഷണം വഴിമുട്ടിയിരുന്നുവെങ്കിൽ ഭീകരർ മറ്റു കൊലപാതകങ്ങൾ നടത്താൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. ഭാരതത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ളൊരു വിധി പ്രസ്താവമാണ് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള പ്രതാപ് ജി പടിക്കലാണ് ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുന്നത്. സാർ, വളരെ അപൂർവമായിട്ടുള്ളൊരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിയത്? ഈ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ പ്രോസിക്യൂഷൻ വളരെയേറെ സന്തോഷമുണ്ട്. അത്യപൂർവമായ കേസാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയെ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അതിക്രൂരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രായം ചെന്ന അമ്മയുടെയും ഭാര്യയുടെയും കൊച്ചുകുഞ്ഞിൻ്റെയും മുമ്പിൽ വെച്ച് നടത്തിയ കൊലപാതകം തീർത്തും നിഷ്ഠൂരമായ കൊലപാതകമാണെന്നും അപൂർവങ്ങളായ കുറ്റകൃത്യമാണെന്നും ഇത്തരത്തിലുള്ള പ്രതികൾക്ക് കൊടുക്കുന്ന ശിക്ഷ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാകണമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദമാണ് ഇന്ന് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികൾക്കും കോടതി അവരെ മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. ഇതിൽ ഈ 15 പ്രതികളും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. ഇതിൽ ഈ തീവ്രവാദം അല്ലെങ്കിൽ ഭീകര സംഘടനകളുമായിട്ടുള്ള ഇവരുടെ പ്രവർത്തനത്തിനെ കുറിച്ച് തീവ്രവാദ സംഘടന എന്നുള്ള തരത്തിലേക്ക് ഈ കേസിന്റെ അന്വേഷണമോ തെളിവോ പോയിട്ടില്ല. പകരം ഈ സംഘടനയിൽപ്പെട്ടവർ ഒരു ട്രെയിൻഡ് സംഘടന എന്നുള്ള തരത്തിൽ അവർ വന്ന് ഒരേപോലെയുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന് അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. ആ കേസ് പൂർണ്ണമായും കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അന്വേഷിച്ച് അയാളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച് അങ്ങനെ ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകമാണ്. ഇതിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ഈ കേസിന്റെ അന്വേഷണത്തിലാണ് പിന്നീട് കേരളത്തിലെ പല കൊലപാതകങ്ങളുടെ അടക്കം ഹിറ്റ് ലിസ്റ്റുകളടക്കം പുറത്തു വന്നത്. തീർച്ചയായും ഈ കേസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കേസിലെ 3-ാം പ്രതിയായ അനൂപിന്റെ ഭാര്യ വീട്ടിൽ ഈ കേസിലെ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ ഒരു ലിസ്റ്റ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ ലിസ്റ്റ് കോടതി ഹാജരാക്കി. ആ ലിസ്റ്റിൽ കൊല ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റ്, അത് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു. അതല്ലെങ്കിൽ ഇന്നും ആലപ്പുഴയിലുള്ള പല BJP RSS നേതാക്കന്മാരുടെയും പേര് വിവരങ്ങൾ ആ ലിസ്റ്റിലുണ്ട്. കൊല ചെയ്യപ്പെടാനുള്ള ക്രമം എഴുതി 1-ാമത്തെ പേരുകാരനായ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടു. ആ കൊലപാതക കുറ്റം ഒരുപക്ഷെ തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീടും കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി ശരിവെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ള തരത്തിൽ കാണപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങൾ സഹിതം, അവരുടെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ സഹിതം, ഇന്നും ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന പലരുടെയും കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ സഹിതം ഇവർ ശേഖരിച്ചു വെച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ലഭിച്ചിട്ടുണ്ട്. അവയെല്ലാം കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഈ വിധി സൂചിപ്പിക്കുന്നത് ഭീകരതയോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ള തരത്തിലേക്ക് വിലയിരുത്താൻ പറ്റും. സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വലിയൊരു സന്ദേശമാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും കേരളത്തിന്റെ മനസാക്ഷിയെ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവരെ നിയമം വെറുതെ വിടുകയില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ വിധി കൊണ്ട് കൊടുത്തിട്ടുള്ളത്. വളരെ നന്ദി. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഭീകരതയ്ക്ക് വലിയൊരു താക്കീത് ആവുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇന്ന് ആലപ്പുഴയിലെ മാവേലിക്കര കോടതിയിലുണ്ടായത്. മാവേലിക്കര കോടതിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടക്കൊപ്പം കിരൺകുമാർ, ടീം ജനം, ആലപ്പുഴ.